ഞാനിങ്ങനെ ലോകമായ ലോകം മുഴുവൻ ഈ ബെല്ലിനടിച്ച സൗണ്ട് കേൾക്കും. അത് സൈക്കിൾ ബെല്ലല്ലേ ഇത്? എന്റെ വീടിന്റെ തൊട്ട അയലോക്കത്തുള്ള പലിശക്കാരൻ ഈശ്വരപിള്ളയില്ലേ, അയാളെ കൂടെയാണ് ഈ എറണാകുളത്ത് അമ്മ ഇറങ്ങി പോയത്. വാർപ്പൊക്കെ ശരിയാ, പക്ഷെ മേസ്തിരി വേറെയാണെന്നാണ് നാട്ടിലുള്ള പരക്കെയുള്ള സംസാരം. മൈക്കിൾ ഫാരഡേയുടെ ആ പേര് കടമെടുത്ത് എന്റെ അച്ഛനും അമ്മ ഇട്ട പേരാണ് ഫാരഡേ. നിക്കർ കച്ചവടമൊക്കെ എങ്ങനെയാണ് നിത്യോപയോഗ സാധനമാവുന്നത്? ഞാൻ നിത്യം ഉപയോഗിക്കുന്ന സാധനമാണ്. നിന്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയാം. അച്ഛൻ സ്വന്തം ദൈവത്തെ പോലെ എന്ന് പറഞ്ഞിട്ട് ആ ദൈവത്തെ ഞാൻ നേരെ കൊണ്ടുപോയി വൃത്തസ്ഥലത്തിൽ പ്രതിഷ്ഠിച്ചു. കുടുംബക്കാരോടൊക്കെ പറയണം നമ്മുടെ ഈ പ്രോഗ്രാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. എത്ര രൂപയോ ഈ പറഞ്ഞ സാധനം ചെയ്യാൻ? ഹലോ, ഞാൻ സ്ഥലത്തില്ലടാ. ഞാനേ ഇവിടെ ഒരു ചാനലിന്റെ ഉദ്ഘാടനമായിട്ട് വന്നതാ. ചാനലിന്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ. അങ്ങനെ പറ. നീയേ ഇത് നമ്മുടെ സുഹൃത്തുക്കളോടൊന്നും പറയല്ലേ. വാട്സപ്പിലും FB-യിലും ഒന്നും ഇടണ്ട. അയ്യോ, നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇടേ ചെയ്യരുത് കേട്ടല്ലോ. ഓക്കെ 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 അറിയാം. ഓക്കെ, വന്നിട്ട് കാണാം. അതെ, ഇതൊരു യൂട്യൂബ് ചാനലാണെങ്കിൽ 4 ആള് കാണുന്ന ചാനലാണ്. അപ്പൊ ഇത് ആരും കാണരുതെന്ന് പറയരുത്. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഇടാൻ പറയണം. എന്നിട്ട് അവരെ കൊണ്ട് ഇത് കാണണം, അവര് കാണണം. അവിടെയാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. മലയാളികളുടെ പൊതു സ്വഭാവം എന്താണെന്ന് അറിയാമോ? എല്ലാ മംഗലശ്ശേരി നീലകണ്ഠന്മാരാണ്. കാണണ്ട എന്ന് പറയുന്നതേ കാണൂ, കേൾക്കണ്ട എന്ന് പറയുന്നത് മാത്രമേ കേൾക്കൂ. ഞാനിപ്പോ ഈ വിളിച്ച പൊന്നുപോന്റെ അടുത്ത് പറയാണ്, അളിയ നീ ഇതൊക്കെ ഒന്ന് ഇടന്ന് പറഞ്ഞാൽ അവ ഇടൂല, എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഇടുകയും ചെയ്യും. അതാണ് കുത്തട്ടെ. അല്ല അതല്ല, ഈ മൈക്കൊന്ന് കുത്തട്ടെ. ഇത് ഈ മൈക്ക് കുത്തിയാലേ ചേട്ടൻ പറയുന്നതൊക്കെ നമുക്ക് പുറത്ത് കേൾക്കാൻ പറ്റും. അത് ഞാൻ കുത്തി തരാം. ഇത് ഇവിടെ ഇങ്ങനെ കുത്തിയാൽ മതി. ഇവിടെ കുത്തിയാൽ മതി. അപ്പൊ ഇനി സ്പീക്കർ അവിടെ കുത്തും. സ്പീക്കർ വേണ്ട, ഇത് മാത്രം മതി. ഇത് മാത്രം മതി. കൈയൊക്കെ ഉറയ്ക്കുന്നുണ്ടല്ലോ. ഇപ്പൊ റെഡിയല്ലേ? ഇനി ചേട്ടൻ വെച്ചോ. അതവിടെ വെച്ചോളൂ, കുഴപ്പമില്ല. അപ്പൊ ചേട്ടൻ ഈ കുടുംബക്കാരോടൊക്കെ പറയണം നമ്മുടെ ഈ പ്രോഗ്രാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഈ പറഞ്ഞ സാധനം ചെയ്യാൻ? അയ്യോ, അത് പൈസ കൊടുത്തിട്ട് ചെയ്യുന്നല്ല. ഇത് നമ്മുടെ മൊബൈലില്ലേ, മൊബൈലിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് കണ്ട, ഇവിടെ ഇങ്ങനെ ഞെക്കിയാൽ സബ്സ്ക്രൈബ് ആയി. ഇതടിച്ച ഇവിടെ ബെൽ ബട്ടൺ അമർത്തിയാൽ അത് സൈക്കിൾ ബെല്ലല്ലേ ഇത്? ഇത് ഈ ഫോണിലുള്ളതാ. ചേട്ടൻ ഇതൊക്കെ ചെയ്താൽ നാട്ടുകാർ മൊത്തം കാണും. അതെ, ചേട്ടൻ്റെ ഈ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ കാണിക്കാനാണല്ലോ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഇന്റർവ്യൂ. നമസ്കാരം. അടികപ്പ്യാരെ കൂട്ടമണി എന്ന ചാനലിൻ്റെ ടാലൻറ്റ് ഹണ്ടിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പ്രത്യേക വ്യക്തിയെ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണ് അദ്ദേഹം തന്നെ പറഞ്ഞു തരും. ചേട്ടാ നമസ്കാരം. അപ്പൊ എന്തൊക്കെ പ്രത്യേകതകളാണ് ചേട്ടന് കൂടുതലായിട്ട് ഉള്ളത്? എന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ലോകമായ ലോകം മുഴുവൻ. ചേട്ടാ ഇവിടെയാണ് ക്യാമറ. ഇവിടെയാണ് ക്യാമറ. അപ്പൊ എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദിവസവും കേൾക്കാറുള്ള ഓരോ ഡേകളില്ലേ എന്ന് പറഞ്ഞ് മനസ്സിലായി പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമാക്കി തരാം. അതായത് നമ്മുടെ ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ, ടീച്ചേഴ്സ് ഡേ. ഈ ഡേ ഒക്കെ കുത്തിയിരുന്ന് കണ്ടുപിടിച്ച ആരാ? ചേട്ടനാണോ? ചേട്ടന്റെ പേരൊന്ന് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറയാം. എന്റെ പേരിലും ഒരു ഡേ ഉണ്ട്. അത് മനസ്സിലായില്ല. ഫാരഡേ കേട്ടിട്ടില്ലേ? മൈക്കിൾ ഫാരഡേ, പഴയ ശാസ്ത്രജ്ഞൻ. അത് കേട്ടിട്ടുണ്ട്. അങ്ങനെ മൈക്കിൾ ഫാരഡേയുടെ ആ പേര് കടമെടുത്ത് എന്റെ അച്ഛനും അമ്മ ഇട്ട പേരാണ് ഫാരഡേ. നല്ലൊരു വ്യത്യസ്തമായ പേര് തന്നെയാണ്. എങ്ങനെ വീട്ടിലെ അച്ഛനും അമ്മ? എന്റെ അമ്മയെ കുറിച്ച് മാത്രം ചോദിക്കരുത്. അതെന്താ? എന്റെ അമ്മയെ കുറിച്ച് മാത്രം പറയരുത്. അതെന്താ? എന്റെ അമ്മയെ ഈശ്വരൻ കൊണ്ടുപോയി. പോട്ടെ ഏട്ടാ, അതങ്ങനെ ഫീൽ ചെയ്യാൻ വേണ്ടി ചോദിച്ചല്ല. ചേട്ടാ, ഈ നല്ലവരൊക്കെ പെട്ടെന്ന് ഈശ്വരൻ കൊണ്ടുപോകുന്നതാണല്ലോ. ഏത് ഈശ്വരന്റെ കാര്യമാണ് നീ ഉദ്ദേശിച്ചത്? നമ്മുടെ ദൈവത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ദൈവത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്റെ വീടിന്റെ തൊട്ട അയലോക്കത്തുള്ള പലിശക്കാരൻ ഈശ്വരപിള്ളയില്ലേ, അയാളെ കൂടെയാണ് ഈ എറണാകുളത്ത് അമ്മ ഇറങ്ങി പോയത്. അറിയാമോ? അതാണോ? ആ ദേഷ്യത്തിൽ ഞാൻ കുത്തിയിരുന്ന് കണ്ടുപിടിച്ച ഡേയാണ് മദേഴ്സ് ഡേ. ഓഹോ, അപ്പൊ അച്ഛൻ പാവം, അമ്മ പോയതിന്റെ വിഷമത്തിൽ അച്ഛൻ എന്തുമാത്രം നീറിയാണ് കഴിഞ്ഞെന്നറിയാമോ? എന്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലെ 4 കെട്ടില് അച്ഛന് വേണ്ട സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ എനിക്ക് പറ്റില്ല. 4 കെട്ടിലോ? 4 കെട്ടില് അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ദൈവത്തെ പോലെയാണ് എന്റെ അച്ഛൻ. എന്നിട്ട് അച്ഛൻ ഇപ്പൊ എവിടെ ഉണ്ട്? അച്ഛൻ വൃദ്ധസ്ഥാനത്തിലോ? അപ്പൊ അച്ഛൻ സ്വന്തം ദൈവത്തെ പോലെ എന്ന് പറഞ്ഞിട്ട് ആ ദൈവത്തെ ഞാൻ നേരെ കൊണ്ടുപോയി വൃദ്ധസ്ഥാനത്തിൽ പ്രതിഷ്ഠിച്ചു. അവിടെ വേറെ ഉപദൈവങ്ങളുണ്ടല്ലോ. അത് ശരി, ഒറ്റയ്ക്കല്ല. പിന്നെ അന്ന് അച്ഛനെ ഞാൻ അവിടെ കൊണ്ടാക്കിയ ദിവസം കണ്ടുപിടിച്ച ഡേ ആണ് ഫാദേഴ്സ് ഡേ. അപ്പൊ ഇതുവരെയായിട്ടൊന്നും പോയി കാണാൻ പോലും തോന്നിയിട്ടില്ല. പിന്നെ ആ വർത്താനം മാത്രം പറയരുത്. അച്ഛനെ കാണാൻ പോവില്ല എന്ന് മാത്രം പറയരുത്. എല്ലാ മാസവും കൃത്യം 5-ാം തീയതി ഞാൻ അച്ഛനെ കാണാൻ പോകാറുണ്ട്.
അത് നല്ലതാണ്, വളരെ നല്ലതാണ്. കാരണം ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും അച്ഛനെ പോയി കാണുന്നത് നല്ലതാണ്. പക്ഷെ ഒരു ദിവസം എന്ന് മാത്രം കണക്ക് വെക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് പോകണമെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ കുറച്ചുകൂടി സന്തോഷം ഉണ്ടാവും. ഇല്ല, ഞാൻ എല്ലാ മാസം 5-ാം തീയതി മാത്രമേ പോകും. അത് ഈ 5-ാം തീയതി മാത്രം ഒരു കണക്ക്? എടോ അന്നല്ലേ അച്ഛന്റെ പെൻഷൻ ഡേ. അന്ന് പോയല്ലേ കാശ് കിട്ടൂ. പെൻഷൻ അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം പോകുന്നതാണ്. മദ്യത്തിനൊക്കെ ഇപ്പൊ എന്താ വില? അത് ശരി. അപ്പൊ ഒരു പണിക്കും പോവാതെ ഇങ്ങനെ നടക്കാനാണ് താല്പര്യം. പണിയെടുത്ത് ജീവിക്കില്ല എന്ന് കുറ്റം പറയില്ല. ഇത് എല്ലാവരും പറയുന്നതാണ് പണിയെടുക്കുന്നില്ല. എനിക്ക് മുമ്പ് വേറെ സൈഡ് ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നത്. എന്ത് ബിസിനസ്? എനിക്ക് ഈ നിത്യോപയോഗ സാധനങ്ങളുടെ ബിസിനസ് ഉണ്ടായിരുന്നു. നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കർ കച്ചവടം. നിക്കർ കച്ചവടം ഒക്കെ എങ്ങനെയാണ് നിത്യോപയോഗ സാധനമാവുന്നത്? ഞാൻ നിത്യം ഉപയോഗിക്കുന്ന സാധനമാണ്. നിന്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാനും ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഈ ഡേ ഒക്കെ കണ്ടുപിടിച്ച് നടക്കുന്ന സമയത്ത് ഒരു സൈഡ് ബിസിനസ് ഉണ്ടായിരുന്നെങ്കിൽ. അതുണ്ടോ? അതും ഈ ഡേയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈഡ് ബിസിനസ് ആയിരുന്നു. അതേത് ഡേ? ഒരു ഡേ കെയർ. ഡേ കെയർ ഒക്കെ ശരിക്കും നല്ല ബിസിനസ് അല്ലേ ഇപ്പൊ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഡേ കെയർ തുടങ്ങി കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അങ്ങ് കൂട്ടിക്കളഞ്ഞു. 10-15 പിള്ളേരെ കാര്യം നോക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലെന്ന്. അത് അങ്ങനെയല്ല വേണ്ടത്, പൂട്ടിക്കളിയാണ് വേണ്ടത്. നല്ല ബിസിനസ് അല്ലേ? ശരിക്കും ഒരു ടീച്ചറെ വെച്ചാ പോരെ? ഒരു ടീച്ചറെ വെച്ചപ്പോഴത്തേക്കാണ് ഈ ഡേ കെയർ തുടങ്ങി. അതെങ്ങനെ? ഇതല്ല എന്റെ പിള്ളേരാണെന്ന്. അങ്ങനെ അന്ന് ഞാൻ കുത്തിയിരുന്ന് കണ്ടുപിടിച്ച ഡേ ആണ് ചിൽഡ്രൻസ് ഡേ. ചിൽഡ്രൻസ് ഡേ? പിള്ളേരെ ഫോട്ടോ നീ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ഒയ്യോ, ചേട്ടനെ വാർത്ത വെച്ചായിരിക്കുന്നത്. വാർപ്പൊക്കെ ശരിയാ, പക്ഷെ മേസ്തിരി വേറെയാണെന്നാണ് നാട്ടിലുള്ള പരക്കെയുള്ള സംസാരം. അപ്പൊ പൊതുവെ എല്ലാം കൊണ്ടും ഒരു നല്ല ഫാമിലിയാണ്. ഫാമിലിയാ. അത് ശരി. ഇപ്പൊ ചേട്ടൻ ഒരുപാട് ഡേസുകൾ കണ്ടുപിടിച്ചു. ശരിക്കും ഈ ഫൂൾസ് ഡേ കണ്ടുപിടിച്ച ആരാണ്? ഞാൻ തന്നെയാണ്. അതും ചേട്ടൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അത് എന്താണ് ശരിക്കും? അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കല്യാണം കഴിഞ്ഞ ആ ദിവസമാണ് ഞാൻ ഈ ഫൂൾസ് ഡേ കണ്ടുപിടിക്കുന്നത്. അത് മനസ്സിലായില്ല. അന്നാണ് ഞാൻ വിഡ്ഢിയായ ദിവസം. ഓ, അങ്ങനെ അനുഭവം കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചതല്ലേ ഈ ഫൂൾസ് ഡേ. അപ്പൊ തീർച്ചയായിട്ടും ഈ ബ്രദേഴ്സ് ഡേ കണ്ടുപിടിച്ചതും ചേട്ടൻ തന്നെയാണ്. അത് ഞാനല്ല. ബ്രദേഴ്സ് ഡേ കണ്ടുപിടിച്ചത് ഞാനല്ല, ഷാജോണാണ്. അതേതാ ശാസ്ത്രജ്ഞൻ? ശാസ്ത്രജ്ഞനല്ല, കലാഭവൻ ഷാജോൺ എന്ന് കേട്ടിട്ടില്ലേ? പുള്ളിയല്ലേ പൃഥ്വിരാജിനെ വെച്ചിട്ട് ഈ ബ്രദേഴ്സ് ഡേ കണ്ടുപിടിച്ചത്. ഓ, അങ്ങനെ. ഇപ്പം ഒരുപാട് ഡേസ് കണ്ടുപിടിച്ചല്ലോ. പക്ഷെ ഏതെങ്കിലും ഡേ കണ്ടുപിടിച്ചതിനെ തുടർന്ന് ചേട്ടന് തിരിച്ചടി വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഒരുപാടുണ്ടേ, ഒരുപാടുണ്ട്. അതേതാണ്? ഡ്രൈ ഡേ ഞാൻ കണ്ടുപിടിച്ച ശേഷം കുടിയന്മാരെ എനിക്ക് സ്വസ്ഥത തന്നിട്ടില്ല. ദിവസവും വീട്ടിൽ കയറി ഒന്നും. അത് ശരി, അവര് കൊല്ലാതിരുന്ന നന്നായി. അതുപോലെ തന്നെ ഞാൻ ഈ ചിൽഡ്രൻസ് ഡേ കണ്ടുപിടിച്ചത് ഈ 15 പിള്ളേരായപ്പോഴാണ്. ടീച്ചേഴ്സ് ഡേ കണ്ടുപിടിച്ചത് എന്റെ ടീച്ചർ എന്റെ ഈ ഇതിലോട്ട് കയറിയപ്പോഴത്തേക്കും ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ്. അപ്പൊ ഈ ഓരോ ഡേക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഓരോ പ്രത്യേകതയുണ്ട്. അപ്പൊ ചേട്ടൻ ഈ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലോ? മീനിനെ വെച്ച് ഞാനൊരു ഡേ കണ്ടുപിടിച്ചിട്ടുണ്ട്. മീനുകൾക്ക് വേണ്ടിയുള്ള ഡേ ആണ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ. ഫ്രൈഡേ, ഫ്രൈ എന്ന് പറഞ്ഞാൽ വറക്കുക, അറിഞ്ഞൂടെ? ഓ, അങ്ങനെ. പിന്നെ ഈ ഫ്രൈഡേ തന്നെ നമുക്ക് അണ്ണാച്ചിമാർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെ? എടാ, പിന്നെ ഏതെങ്കിലും വെള്ളിയാഴ്ച അണ്ണാച്ചി ചൊവ്വാഴ്ച കയറി വരുമോ? പലിശക്കാരൻ. അപ്പൊ അങ്ങനെ കുറെ ഡേ ചേട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഡേ ഒക്കെ കണ്ടുപിടിച്ച ചേട്ടൻ ഈ പുരുഷന്മാർക്കുള്ള ഡേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ പുരുഷന്മാർക്ക് വേണ്ടി ഡേ ഉണ്ടല്ലോ, മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ എങ്ങനെയാണ് പുരുഷന്മാർക്കാവുന്നത്? ഈ മദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അമ്മമാരുടെ ഡേ ആണല്ല. ഈ അച്ഛന്മാരില്ലാതെ അമ്മമാരാവൂലല്ലോ. അവിടെ നമ്മൾ പുരുഷന്മാരുടെ ആധിപത്യമാണ് ഉള്ളത്, മനസ്സിലായില്ലേ? അത് മാത്രമല്ല, ചിൽഡ്രൻസ് ഡേ ഉണ്ട് നമുക്ക് വേണ്ടി. അത് ചേട്ടൻ പറഞ്ഞ് പാളിപ്പോയി. ചിൽഡ്രൻസ് പറഞ്ഞ കുട്ടികളാണ്. കുട്ടികൾക്കുള്ള ഡേ എങ്ങനെ പുരുഷന്മാർക്കാവുന്നത്? ഈ അച്ഛനും അമ്മയും കൂടെ ചേരുമ്പോഴല്ലേ കുട്ടികൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെയും പുരുഷന്റെ ആധിപത്യം ഉണ്ട്. അതുപോലെ തന്നെ വിമൻസ് ഡേയും പുരുഷന്മാർക്ക് വേണ്ടിയുള്ള. ഇത് മാത്രം അംഗീകരിക്കാൻ പറ്റില്ല. വിമൻസ് ഡേ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുള്ള ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ പുറകിൽ ഒരു പുരുഷൻ ഒളിഞ്ഞ് നിപ്പുണ്ട്, നീ നോക്കിയാൽ കാണാം. അതെങ്ങനെ? എടാ, ഈ വിമൻസ് എന്ന് എഴുതുന്നത് എങ്ങനെ? WOMEN അല്ലേ? അങ്ങനെയല്ലേ എഴുതുന്നത്? ഈ WO കഴിഞ്ഞ പുറകിൽ ഒളിഞ്ഞു നിൽക്കുന്നത് മെൻ അല്ലേ? അവിടെയുണ്ട് വിമൻസ് ഡേ, മനസ്സിലായി? അവിടെ സ്പെല്ലിംഗിൽ വരെ ആണുങ്ങളുണ്ട്. അതാണ്. അത് നമ്മള് പണ്ട് തൊട്ടേ കേൾക്കാറുണ്ട്, ഏതൊരു പുരുഷന്റെ വിജയത്തിന് മുന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും എന്നുള്ളത്. ഉണ്ടാവും, പക്ഷെ സ്വന്തം ഭാര്യ ആയിരിക്കുന്നെന്ന് മാത്രം. 100 ആയുസാണ് എന്റെ ഭാര്യയെ വിളിക്കുന്നത്. അതെങ്ങനെ മനസ്സിലായി? ഇത്രയും വൈബ്രേഷൻ വേറെ ആർക്കും വരില്ല. ഹലോ, സോറി, ഞാനത് ഓർക്കാത്തതാണ്. ഇനി ക്ഷമിക്ക്. ഇല്ലല്ലേ, ഞാൻ ഇപ്പൊ എത്തിക്കോളാം. വരാം. തെറി വിളിക്കല്ലേ. ചേട്ടന്റെ ഭാര്യയാണത്? ഇതെന്തൊരു തെറിയാണ് വിളിച്ചത്? അതെ, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും ഡേ ഒക്കെ കണ്ടുപിടിച്ച് ഓർമ്മിച്ച് എനിക്ക് അവളുടെ ഒരു ഡേ ഓർത്തിരിക്കാൻ പറ്റില്ല. അതേത് ഡേ? അവളുടെ ബർത്ത്ഡേ. എന്നാലേ ചേട്ടൻ നേരെ വീട്ടിലോട്ട് ചെല്ല്. ചേട്ടന് വേണ്ടി അവർ പ്രത്യേക ഡേ അവിടെ ഒരുങ്ങി നിപ്പുണ്ട്. അതെന്തോന്നേ? ചേട്ടന്റെ ഡെത്ത് ഡേ.